പവർ ഗ്രൂപ്പ് ഒന്നുമില്ല. എവിടെ ചുമ്മാ പവർ ഗ്രൂപ്പ് എവിടെ? ഞാൻ 42 വർഷമായി സിനിമ എത്തിക്കുന്നു, ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കണ്ടിട്ടില്ല. എവിടെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ? ശ്രീനിവാസൻ അന്നൊരു ദിവസം വിളിച്ചു ചോദിച്ചു, ആ ഗ്രൂപ്പിൽ ഇനി മെമ്പർഷിപ്പ് ഉണ്ടാവും, ഒന്ന് അന്വേഷിച്ചു തരുമോ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളല്ലേ സിനിമക്കാർ. അല്ല, അങ്ങനെയൊന്നും എനിക്കത് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞില്ല, ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് അയാളുടെ പടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പടത്തിൽ അയാളുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു, അതിൻ്റെ അടുത്ത പടത്തിലും അച്ഛനായിട്ട്, മൂന്നാമത്തെ പടത്തിലൊക്കെ അച്ഛൻ വേഷം വന്നിട്ട് ഞാൻ പറയും എന്നെ അവൻ വിളിച്ചില്ല എന്ന് പറയുന്ന വല്ല അർത്ഥമുണ്ടോ? അത് വേറെ ആൾ ചെയ്യുമ്പോൾ അതിന് ഭംഗിയുണ്ടോ? അല്ല സ്ഥിരമായിട്ട് ഇതന്നെ കുടുംബജീവിതമാണോ? അല്ലല്ലോ, പ്രത്യേക ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കല്ലേ. അപ്പോൾ അതിന് മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിന് ഭംഗിയുണ്ടാകുന്നത്, അത് പകിട്ടുണ്ടാകുന്നത്. അതിന് ഗ്രൂപ്പൊന്നൊന്നും. പിന്നെ പൈസ മുടക്കുന്ന ആൾ ആരെയാ വിലയുള്ളത്? ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്ന ചുമ്മാ ഏതെങ്കിലും കുറച്ച് പേര് അഭിനയിച്ച് കഴിഞ്ഞാൽ എത്ര പേര് പോയി കാണുന്നുണ്ട്? നല്ല സിനിമയെന്ന് പറഞ്ഞാൽ പോയി കാണും. അല്ലെങ്കിൽ നോക്കുന്ന ആരാ അഭിനയിക്കുന്നത്? മമ്മൂട്ടിയാണോ? മമ്മൂട്ടിയുടെ പടമാണോ? മോഹൻലാലിൻ്റെ പടമാണോ? അല്ലെ രാജു പൃഥ്വിരാജിൻ്റെ ടോവിനോടെയാണോ? എനിക്ക് നോക്കിയിട്ടില്ല ആൾക്കാർ പോകുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ചിലപ്പം എൻ്റെ കൂടെ 3 പടത്തിൽ അഭിനയിച്ചു കണ്ടിന്യൂസ് എൻ്റെ ഹീറോയിനായിരുന്ന ആളാ, ഇനിയിപ്പോൾ അത് വേണ്ട, അത് വേറെ കുട്ടിയാണ് നല്ലത് എന്ന് തോന്നുന്നത്. കുഴപ്പമെന്താ? അത് ശരിയല്ലേ? കുഴപ്പമില്ല, അതാണ് ശരി. ആ ശരിയെ എന്തിനാ പിന്നെ നെറുകേടായിട്ട് പറയുന്നത്? അവരെ ആരും അടിച്ചോടിക്കുന്നില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും സ്പേസ് ഇല്ല. ഇവിടെ ആർക്കാ ഇപ്പോൾ സിനിമ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മദ്രാസിലാണ് ഞാനൊക്കെ സിനിമ കാണുന്നത്. മദ്രാസ് എവിടെയോ സംഭവിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ അതല്ല, നമ്മുടെ ഇടയിൽ സംഭവിക്കുകയാണ്. നമുക്ക് ആർക്ക് വേണേലും അഭിനയിക്കാം, ആർക്ക് വേണേൽ സ്ക്രിപ്റ്റ് എഴുതാം. അപ്പം ഇപ്പോഴത്തെ ക്യാമറ കണ്ടില്ല, ഡിജിറ്റലായി. ഇങ്ങനെ നമ്മുടെ വിരൽത്തുമ്പിൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, മറ്റേ ആപ്പിളിനകത്ത്, അതിനകത്ത് ഷൂട്ട് ചെയ്യാം, സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ അഭിനയിക്കുമ്പോൾ ഈ കാറിലൊക്കെ പോകുന്ന ഷോട്ടുകൾ എടുക്കുന്ന ഈ ക്യാമറ ഉപയോഗിക്കും. എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വയ്ക്കും. ആ ഷോട്ടും മറ്റേതായിട്ട് കറക്റ്റായിരിക്കും, എല്ലാ ക്വാളിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അത്രമാത്രം കുറച്ചും കൂടി ആൾക്കാരുമായിട്ട് സിനിമ എടുത്തിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ആരെയും പുറത്താക്കാനോ അകത്താക്കാനോ ഒന്നും എന്നാൽ അകത്താക്കളയോ ആരെങ്കിലും ഒരാളെ സിനിമ ഇപ്പം നാളെ നിങ്ങളെ എനിക്ക് സൂപ്പർ സ്റ്റാർ ആക്കാൻ പറ്റുമോ? പറ്റില്ല, നടക്കില്ല. നീ ആരെ കൊണ്ട് വിചാരിച്ച് നടക്കില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ കൊണ്ട് അഭിനയിപ്പിക്കല്ലേ. എൻ്റെ മകൻ, അവൻ ആഗ്രഹമുള്ള ആൾ, അഭിനയിക്കാൻ ആഗ്രഹമുള്ള, എനിക്ക് നാളെ അവനെ ആക്കാൻ പറ്റേ, ഞാൻ ചെയ്യൂല്ലത്. അതൊക്കെ വരണമെങ്കിൽ അങ്ങനെ വരും, അത്രേ ഉള്ളൂ.